ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുട്ടികൾക്ക് ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 പേർക്കും മാമിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനൊരു ഷോപ്പിൽ വന്നിട്ട് ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു റിമോട്ട് കൺട്രോളിൽ വർക്ക് ആവുന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ. നല്ലൊരു ലൈറ്റാണിത്. ഇത് ചാർജബിളാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ 2 പേർക്കും അത് മേടിച്ചിട്ട് ഞാനിത് ബില്ല് പേ ചെയ്തു. എന്നിട്ട് കൊണ്ടുവന്ന് ഗിഫ്റ്റ് പേപ്പറിൽ അവർ തന്നെ കവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ആയിട്ട് അവരുടെ പ്രിൻസിപ്പൽ മാമിനും വേണമെന്ന് പറഞ്ഞു. ആ പ്രിൻസിപ്പൽ മാമിന് വേണ്ടിയിട്ട് ഞാനൊരു 3D മൂൺ ലൈറ്റാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു പല പല കളറിൽ ചേഞ്ചായിട്ട് വരും. പക്ഷേ ഷോപ്പിൻ്റെ ലൈറ്റിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ താഴെ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ നല്ല ലൈറ്റ് മാറി മാറി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് ചൂസ് ചെയ്തു. പിന്നെ ഞാൻ സ്കൂളിൽ പോയി. ഇതാണ് മോൻ്റെ ക്ലാസ് കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നപ്പം അവിടെ ഫോട്ടോ എടുക്കാമായിരുന്നു. ഞാനങ്ങനെ എടുത്തു കൊടുത്തു. ഇതാണ് മോൻ്റെ ആനറ്റ് മാം. പിന്നെ ഇതാണ് മോളുടെ തസ്ലീമ മാം. അപ്പോൾ മാമിന് 2 പേർക്കും ഇതുപോലെ ഗിഫ്റ്റ് കൊടുത്ത് ഞാൻ ഫോട്ടോ എടുത്തു. പിന്നെ 2 ആളെയും കൊണ്ടുപോയിട്ട് പ്രിൻസിപ്പൽ മാമിന് ഗിഫ്റ്റ് കൊടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് മേരി സബീന മാം. പിന്നെ നമുക്കൊരു കുട്ടി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. പെരുന്നാളിന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ വന്നു. ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയിട്ടാണ് കേട്ടോ വന്നത്. ഹസ്ബൻഡിൻ്റെ ഉമ്മയാണത്. പിന്നെ അത് നാത്തൂൻ്റെ മോള്, പിന്നെ എൻ്റെ കുട്ടികൾ. അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരും കൂടി വന്നു. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഉമ്മയ്ക്ക് പർദ്ദ എടുക്കണമായിരുന്നു. അങ്ങനെ ആദ്യം പോയി നമ്മൾ പർദ്ദ നോക്കി. പർദ്ദ എടുത്തിട്ടാണ് നമ്മൾ താഴേക്ക് വന്നത്. എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമുക്കറിയാവുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഒരു കമൻറ്റ് പറഞ്ഞാണ്. അതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങി മോളുടെ സെക്ഷനിലോട്ടാണ് കേട്ടോ ഇപ്പോൾ പോണേ. നമ്മൾ താഴേക്ക് വന്നപ്പോൾ ചെരുപ്പിൻ്റെ ഒരു സെക്ഷനായിരുന്നു കേട്ടോ. അങ്ങനെ ചെരുപ്പ് നോക്കാമെന്ന് കരുതി. ചെരുപ്പുകൾ അങ്ങനെ 2 ആൾ 2 ഇടത്തേക്ക് പോയിട്ട് ഇങ്ങനെ നോക്കാമായിരുന്നു. അങ്ങനെ മോനിക്ക് പിന്നെ ഒരു സ്ലിപ്പർ കൂടി വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മോനിക്ക് ചെറുതായിപ്പോയി സ്ലിപ്പർ ഉണ്ടായിരുന്നേ. അങ്ങനെ മോനിക്ക് ഒരു സ്ലിപ്പർ നോക്കി. മോള് തനിയെ പോയിട്ട് ഓരോ ചെരുപ്പുകൾ ഇങ്ങനെ എടുത്തിടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എടുത്ത സ്ലിപ്പർ. അത് മോനിക്ക് പാകമായിരുന്നു, അതെടുത്തു. പിന്നെ മോള് തന്നെ ഓരോന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ചെപ്പൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാലിട്ടിട്ട്. അത് പിന്നെ ഫൈനലി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറേയൊക്കെ നോക്കി കേട്ടോ. വേറെ കളർ ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വലിയ ക്വാളിറ്റി ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഈ ചെരുപ്പ് എടുത്ത സമയത്ത്. പിന്നെ കുഴപ്പമില്ല, ഇരിക്കട്ടെ എന്നുള്ളൊരു ഇതിലെടുത്തു. പിന്നെ എനിക്ക് ഈ ചപ്പൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു ചെരുപ്പ്. പക്ഷേ ഇത് മോളോട് ഞാനത് എടുക്കാൻ പറഞ്ഞപ്പോൾ അവൾക്കത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഉമ്മയ്ക്ക് പർദ്ദ ഇതായിരുന്നു കേട്ടോ. ഉമ്മയ്ക്ക് എടുത്തൊരു പർദ്ദ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലാക്ക് പർദ്ദ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചെരുപ്പ് ഇട്ട് നോക്കി അപ്പോൾ അവൾക്കത് കുറച്ച് വലുതായിരുന്നു. എനിക്കിതും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കുറച്ച് വലുതായിരുന്നു. പിന്നെ നമ്മളത് ഒഴിവാക്കി. പിന്നെ നെക്സ്റ്റായിട്ട് പിന്നെയും പോയിട്ട് ചെരുപ്പുകൾ വേറെയൊക്കെ ഉണ്ടോ, ഇത് വേറെ ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് എടുത്ത് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നോക്കിയിട്ടും എനിക്ക് അങ്ങനെ ഒരുപാടൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. കാരണം നമ്മൾ ചെരുപ്പിൻ്റെ ഷോപ്പിൽ മാത്രം പോവുകയാണെങ്കിൽ പല ടൈപ്പ് ഓഫ് ചെരുപ്പുകളുണ്ടാവും. പക്ഷേ ഇത് ഡ്രസ്സും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഒരുപാട് കളക്ഷൻസ് ഇവിടെ കാണില്ല. മോനിക്കാണെങ്കിൽ ഇതുപോലെ മോൻ്റെ കയ്യിൽ എടുത്ത് വെച്ചിരിക്കുന്ന ചെരുപ്പുകളാണ് കേട്ടോ കൂടുതലിഷ്ടം. എനിക്കാണെങ്കിൽ അങ്ങനത്തെ ചെരുപ്പുകൾ തീരെ ഇഷ്ടമല്ല. കാരണം ഈ കാല് മൊത്തം അങ്ങ് പുറത്ത് കിടക്കും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ചെരുപ്പ് ഇഷ്ടമില്ല. പിന്നെ അവൻ ചെരുപ്പൊക്കെ സൈസാണോ എന്നൊക്കെ തനിയെ ഊരിയിട്ടൊക്കെ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇതിപ്പോൾ എനിക്ക് പെരുന്നാളിന് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ വെക്കേഷനല്ലേ, ഇപ്പോൾ പെട്ടെന്ന് വെക്കേഷൻ അവനിക്ക് ചെറിയ ക്ലാസ്സിനും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകാനും, ഇപ്പോഴത്തെ ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഷൂസിനെക്കാളും ഏറ്റവും ബെറ്റർ ഇങ്ങനത്തെ ഡെയിലി യൂസ് പറ്റുന്ന ചെരുപ്പുകളാണല്ലോ. അങ്ങനെയാണ് ഞാനിത് മേടിക്കാമെന്ന് കരുതിയത്. പക്ഷേ ആൾ തീരെ വില്ലിങ് ആവുന്നില്ല കേട്ടോ ഇതെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതെടുക്കാൻ പറയുമ്പോൾ അവനിതെടുക്കുന്നില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായി. പിന്നെ നമ്മൾ ഫൈനലി അത് വേണ്ടാന്ന് തീരുമാനിച്ചു. കാരണം പുറത്ത് വേറെ ഏതെങ്കിലും ഷോപ്പിൽ ചെരുപ്പിൻ്റെ മാത്രം ഷോപ്പിൽ പോവുകയാണെങ്കിൽ കുറേ കളക്ഷൻസൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഇതെടുക്കാൻ നിന്നില്ല.
പിന്നെ മോൾക്ക് ഡ്രസ്സിൻ്റെ സെക്ഷൻ ചെരുപ്പിൻ്റെ ബില്ല് പേ ചെയ്യാനായിട്ട് വന്നപ്പോൾ വിചാരിച്ചു ചെരുപ്പ് എടുക്കും മുമ്പേ നമുക്ക് ഡ്രസ്സ് നോക്കാം. ഡ്രസ്സ് നോക്കി ഡ്രസ്സിന് മാച്ച് ആവുന്ന ചെരുപ്പ് എടുക്കാമെന്ന് കരുതിയിട്ട് പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ സെക്ഷനിലോട്ട് പോയി. പിന്നെ ഇപ്പോൾ പെരുന്നാളിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ ഡ്രസ്സ് എടുക്കുന്നത്. കാരണം നെക്സ്റ്റ് മന്ത് 13 നമുക്കൊരു മാരേജ് ഉണ്ട് നമ്മുടെ ഫാമിലിയിൽ തന്നെ. അപ്പോൾ അതിനുകൂടി വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ വിചാരിച്ചു സ്റ്റിച്ച് ചെയ്യിക്കാമെന്ന് കരുതി. ഇപ്പോൾ ലെഹങ്കയോ അല്ലെങ്കിൽ ഗൗണോ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ മെറ്റീരിയലിൻ്റെ സെക്ഷനിലാണ് കേട്ടോ വന്നേ മോൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് കളക്ഷൻസ് മെറ്റീരിയലിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ഓൾഡ് കളക്ഷനും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ നോക്കി നല്ല നല്ല മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. അതിലെനിക്ക് താഴത്തെ മെറ്റീരിയലാണ് കുറച്ചുകൂടി ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് സ്റ്റാഫിനോട് ഇതൊന്ന് എടുക്കാൻ പറഞ്ഞപ്പോൾ ആ സ്റ്റാഫ് അതെടുത്ത് അവിടെ കൊണ്ടുപോയിട്ട് കാണിച്ചു തരാമായിരുന്നു കേട്ടോ. ഇത് മീറ്റർ 900 സംതിങ് എന്തോ ആയിരുന്നു. എങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി. പിന്നെ മോൾക്കത് അവർ വെച്ച് തന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടെ കളറിന് മാച്ച് ആകുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. മോൾക്കാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെയുള്ള ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എനിക്ക് ഈ വർക്കിനോടൊന്നും വലിയ താല്പര്യമില്ല. എപ്പോഴും ഞാൻ മോൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത് അല്ലാത്ത ക്യാഷ്വൽ ഡ്രസ്സായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല. പിന്നെ ഇപ്പോൾ ഒരു കല്യാണമല്ലേ എന്ന് എഴുതിയിട്ട് ഇങ്ങനെയുള്ളൊരു വർക്കുകൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് എടുക്കാനായിട്ട് വന്നേ. അപ്പോൾ പിന്നെ വേറൊരെണ്ണം വെച്ച് നോക്കി. ഇതത്ര പോരായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതുമല്ല പെട്ടെന്ന് അത് പൊട്ടിപ്പോകുന്നൊരു മെറ്റീരിയലായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരെണ്ണം, ഇതും കുഴപ്പമുണ്ടായിരുന്നില്ല. എങ്കിലും ഫസ്റ്റ് എടുത്ത കളറായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു കൊറിയൻ ഫ്രോക്കായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ ഒരു രസം തോന്നി, കുറച്ച് നേരം അവിടെ നിന്നു. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു നോമ്പ് മുറിക്കലുണ്ടായിരുന്നു കസിൻ്റെ വീട്ടിൽ, പിന്നെ അവിടേക്ക് പോയി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഫസ്റ്റ് നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന സ്നാക്സും ജ്യൂസസും ഒക്കെ. പിന്നെ ഇവിടെ 8 കുട്ടികളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് വയസ്സ് 2 വയസ്സാണ്, ആലിം. അപ്പോൾ അവനാണ് ഇവിടുത്തെ ഏറ്റവും വിളച്ചിൽ. അപ്പോൾ എല്ലാത്തിനെയും കൂടി ചേർത്ത് നമ്മളവിടെ ഒരു പായ വിരിച്ചിട്ട് അവിടെ ഇരുത്തി. പക്ഷേ എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.